ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സദൃശ്യവാക്യങ്ങൾ 30-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യവും സദൃശ്യവാക്യങ്ങൾ 20-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യവുമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പം ദൈവം നൽകിയ മഹത്തായ ദാനമാണ് നമ്മുടെ മാതാപിതാക്കൾ. മാതാപിതാക്കൾ നൽകിയ സമ്മാനമാണ് ഈ ജീവിതം. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പവിത്രവും പരിപാവനവുമായ ബന്ധം ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ ദയനീയമായ അവസ്ഥ വർണ്ണിക്കുവാൻ തന്നെ പ്രയാസമാണ്. ഇപ്പോൾ മാതാപിതാക്കളോടുള്ള കടപ്പാട് മക്കൾ വിസ്മരിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ചാണ് സദൃശ്യവാക്യങ്ങൾ 30-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിലും സദൃശ്യവാക്യങ്ങൾ 20-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിലും ഈ തിരുവചന ഭാഗത്ത് സമർത്ഥിച്ചിരിക്കുന്നത്. സ്നേഹം, കരുണ, സഹതാപം, ക്ഷമ എന്നിവയുടെ ഉത്ഭവ സ്ഥാനമെന്ന് പറയുന്നത് അമ്മയാണ്. ആ അമ്മ നഷ്ടപ്പെടുന്ന പക്ഷം നിരന്തരം അവന് അല്ലെങ്കിൽ അവളെ കാത്ത് സൂക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന പരിപാവനമായ ഒരാത്മാവാണ് നഷ്ടപ്പെടുന്നത്. പ്രകൃതിയിൽ കാണുന്നതെല്ലാം അമ്മയുടെ പ്രതീകങ്ങളാണ്. സൂര്യൻ എന്ന് പറയുന്നത് ഭൂമിയുടെ അമ്മയാണ്. അത് ചൂടിൻ്റെ പോഷകശക്തി ഭൂമിക്ക് നൽകുന്നു. സൂര്യൻ ഒരു കാരണവശാലും പ്രപഞ്ചത്തെ വിട്ടുപിരിയുന്നില്ല. അതുപോലെ തന്നെ നമ്മളെ നൊന്ത് പ്രസവിച്ച അമ്മ മാറോട് ചേർത്ത് പിടിച്ച് നമുക്ക് മാറിലെ ചൂട് നൽകിയാണ് വളർത്തി വലുതാക്കുന്നത്. ഭൂമി പുഷ്പങ്ങളുടെയും വൃക്ഷങ്ങളുടെയും അമ്മയാണ്. ഭൂമി അവയെ പ്രസവിക്കുകയും താലോലിക്കുകയും വളർത്തുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ എല്ലാ സത്യത്തിൻ്റെയും ആദി രൂപമാണ് അമ്മ. സൗന്ദര്യവും സ്നേഹവും നിറഞ്ഞ ആത്മാവിൻ്റെ അനശ്വര ശക്തിയാണ് അമ്മ. ഒരിക്കൽ സ്നേഹിച്ചവർ പോലും കാരണം കൂടാതെ അന്യരും അപരിചിതരുമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ നിരർത്ഥ ലോക ജീവിതത്തിൽ നമ്മുടെ നിലനിൽപ്പിൻ്റെ വേരുകൾ കരിഞ്ഞു പോകാതെ കാത്ത് സൂക്ഷിക്കുന്നത് ജീവജലധാരയായ അമ്മയാണ്. ദേവദാരുക്കളുടെയും മുന്തിരി തോപ്പുകളുടെയും അമരഭൂമിയായ ലെബനോൻ്റെ അമർത്യനായ പ്രവാചകൻ ഖലീൽ ജിബ്രാൻ അമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ സദൃശ്യവാക്യങ്ങൾ 30-ാം അധ്യായം 17-ാമത്തെ വാക്യം, സദൃശ്യവാക്യങ്ങൾ 20-ാം അധ്യായം 20-ാമത്തെ വാക്യം മാതാപിതാക്കളെ കാണപ്പെട്ട ദൈവമായിട്ട് കാണണമെന്നും പ്രത്യേകിച്ച് മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ മറന്ന് ജീവിക്കുന്നവർ ഭാവിയിൽ തങ്ങളും മാതാപിതാക്കളാകുമെന്ന സത്യം മറക്കാതിരിക്കുവാനും നമ്മെ ഉത്ബോധിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന, ആധികാരികമായിട്ട് സമർത്ഥിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ് സദൃശ്യവാക്യങ്ങൾ 30-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യം, 20-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യം. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ അനാഥാലയത്തിൽ ആക്കുന്നവരും ആക്കുവാൻ ആലോചിക്കുന്നവരുമൊക്കെ ഈ വേദഭാഗം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ട് ആ നൊന്ത് പ്രസവിച്ച അമ്മയെ, ആ പിതാവിനെയൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരുടെ കണ്ണുനീര് വീഴാത്ത നിലയിൽ സന്തോഷവും സമാധാനവും വാർദ്ധക്യകാലത്ത് അവർക്ക് നൽകി അവരുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന ഒരു തലമുറയായിട്ട് മാറാൻ നമുക്ക് കഴിയണം എന്ന് ഓർമ്മപ്പെടുത്തി
എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.